രാവിലെ ഞാനും മിന്നുസും കൂടെ പോയി കുറച്ച് മാമ്പഴം പെറുക്കിക്കൊണ്ട് വന്നു കേട്ടോ. നാടൻ മാമ്പഴമാണ്. എന്നും ഇങ്ങനെ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്നത് കൊണ്ട് ഇന്ന് മാമ്പഴ പുളിശ്ശേരി പോലെ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ ഇച്ചിരി വെള്ളം അധികമായിരുന്നോ എന്നൊരു സംശയം തോന്നി. എന്നിരുന്നാലും ഞാനും കൊച്ചും മാത്രമല്ലേ എന്നോർത്ത് കുറച്ച് അരപ്പിട്ട് തേങ്ങ, ഒരു മുളക്, പിന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ട് നന്നായിട്ട് അരപ്പ് ചേർത്തു. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ശർക്കരയും കൂടെ വെച്ചു കേട്ടോ. അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് നന്നായിട്ട് വെള്ളം അതിനകത്ത് കൂടുതലായിരുന്നെന്ന്. അങ്ങനെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടി ഇട്ടാൽ ഇതാണ്ട് ഒന്നിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളം നന്നായിട്ട് കൂടിപ്പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ കഴിക്കാനായിട്ടുള്ളല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ അങ്ങനെ ഇരുന്ന് എന്നാലും എന്തോ ഒരു സുഖക്കുറവ് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ള വെള്ളം കുടിച്ച് മാങ്ങായും കഴിക്കാമല്ലോ എന്നോർത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആറിക്കഴിഞ്ഞപ്പം ഞാനും മിന്നൂസും കൂടെ ഒരു 10-15 മാമ്പഴം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ടയ്ക്കെന്ന് വർത്താനം പറഞ്ഞ് അതങ്ങ് കഴിച്ചു കേട്ടോ. എന്നാലും നല്ല മധുരവും നല്ല പുളിയും ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു. ആദ്യത്തേതുപോലെ ഒന്നുമല്ല, കുറുകി വന്നപ്പം നല്ലായിരുന്നു കേട്ടോ. അപ്പം